ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി കഴിഞ്ഞ ദിവസം ഒരു റാലിയിൽ നടത്തിയ പ്രസ്താവന ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏതായാലും സുവേന്ദു അധികാരിക്ക് പിന്തുണയുമായി വിവിധ സംസ്ഥാനങ്ങളിലെ അണികൾ മുൻപോട്ട് വരുന്ന കാഴ്ച, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: BJP സ്വന്തം കൂടെ നിൽക്കുന്നവരെയാണ് ആദ്യം സംരക്ഷിക്കേണ്ടത്, പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിന്. ഇവിടെ നിന്ന് പലായനം ചെയ്ത 1.5 ലക്ഷത്തോളം ഹിന്ദുക്കളുണ്ട്. അനവധി ഹിന്ദുക്കൾക്ക് വലിയ ദുരന്തം നേരിട്ടപ്പോൾ BJPക്ക് അവരെ സംരക്ഷിച്ച് നിർത്താൻ കഴിഞ്ഞില്ല എന്ന് പരസ്യമായി തന്നെ പറയുകയും അദ്ദേഹം പറഞ്ഞത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളത് നിർത്തി ആദ്യം കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കുക, ജയ് ശ്രീരാം വിളിക്കുക, ഹിന്ദു വിഭാഗത്തിന് ഭരണഘടനയുമൊക്കെ സംരക്ഷിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് BJP നീങ്ങണമെന്ന് പശ്ചിമ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ BJP നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞിരിക്കുന്നു. ഏതായാലും പശ്ചിമ ബംഗാളിലടക്കം BJP തീവ്ര ഹിന്ദുത്വത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു. ഉത്തർപ്രദേശിൽ അതിനുള്ള നീക്കങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു. ഇപ്പോൾ പശ്ചിമ ബംഗാളും തീവ്ര ഹിന്ദുത്വ ലൈനിലേക്ക് BJP നീങ്ങുന്നു. കാരണം BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ ഏറ്റവും വലിയ പരാതി മമതാ ബാനർജിയുടെ ഒരു ഭരണത്തിന് കീഴിൽ BJPക്ക് അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യം പോലുമില്ല, അതിൽ കേന്ദ്ര നേതൃത്വം ഇടപെടണം, കേന്ദ്ര ഏജൻസികൾ ഇടപെടണമെന്ന് വളരെ കാലമായി ആവശ്യപ്പെട്ടിട്ടും ഇടപെടാത്തതിൽ ഒരു വലിയ പ്രതിഷേധമുണ്ട്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട്. അവിടെ നിന്ന് അനവധി ഹിന്ദുക്കൾ പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. BJPക്ക് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടും എന്ന് പരസ്യമായി തന്നെ ഇന്നലെ തൃണമൂലിൻ്റെ നേതാക്കൾ പറയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഹിന്ദുത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആദ്യം കൂടെ നിൽക്കുന്ന ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും ചെയ്യൂ, എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ, കൂടുതൽ മതേതരനാകണ്ട എന്നൊരു മുന്നറിയിപ്പാണ് സുവേന്ദു അധികാരി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.